ബീഹാറിലെ ഒരു കുടുംബത്തിൽ നടന്ന 3 കൊലപാതകങ്ങൾ ഇപ്പോൾ ചർച്ചയായി മാറുകയാണ്. ബീഹാറിലെ മുസാഫർപൂരിലാണ് ഈ സംഭവം നടന്നത്. 5 വർഷത്തിനിടെയാണ് ഒരു കുടുംബത്തിലെ 3 പേർ കൊല്ലപ്പെടുന്നത്. ഒടുവിൽ കൊല്ലപ്പെട്ടത് 70-കാരിയായ മർസിയ ദേവിയാണ്. മുൻപ് നടന്ന 2 കൊലപാതകങ്ങളിലും പോലീസിന് യാതൊരു തുമ്പും ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനു പുറമെ മറ്റൊരു കൊലപാതകം കൂടി ആയതോടെ പോലീസ് ആകെ നാണം കെട്ട അവസ്ഥയിലാണ്. ഇപ്പോൾ ഈ കൊലപാതകങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് അവിടുത്തെ സർക്കാർ. ഈ കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയായിരുന്നു പാനപൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള രാംതോമ ഗ്രാമനിവാസിയായ മർസിയ ദേവി കൊല്ലപ്പെടുന്നത്. അജ്ഞാത സംഘം മർസിയ ദേവിക്ക് നേരെ വെടിവെക്കുകയായിരുന്നു. മർസിയ ദേവിയുടേത് കുടുംബത്തിൽ നടക്കുന്ന 3ാമത്തെ കൊലപാതകമാണ് എന്നത് ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. 2021-ലായിരുന്നു മർസിയ ദേവിയുടെ കുടുംബത്തിലെ ആദ്യത്തെ കൊലപാതകം ഉണ്ടായത്. രാമേശ്വർ പണ്ഡിറ്റ് എന്ന ആളായിരുന്നു അന്ന് മരണപ്പെട്ടത്. 2 വർഷങ്ങൾക്ക് ശേഷം 2023 ഡിസംബറിൽ മർസിയ ദേവിയുടെ കൊച്ചുമകന്റെ ഭാര്യ സുനിത ദേവി കൊല്ലപ്പെട്ടു. ഏറ്റവും ഒടുവിലാണ് മർസിയ ദേവിയുടെ കൊലപാതകം. ഈ 3 കൊലപാതകങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് സമീപവാസികൾ സംശയിക്കുന്നത്. അജ്ഞാത സംഘമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത്. SIT അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബീഹാറിൽ ഈ തോക്കുകളും വെടിവെപ്പും ഒക്കെ നിത്യ സംഭവങ്ങളാണ്. കഴിഞ്ഞയാഴ്ച ഭരത് തിവാരി എന്ന പൊതുപ്രവർത്തകനെ പോലീസ് വെടിവെച്ചു വന്ന സംഭവത്തിലും ശക്തമായ പ്രക്ഷോഭങ്ങൾ ഉയരുകയാണ്. സർക്കാരിനെതിരെ വിഷയത്തിൽ BJPക്ക് അകത്തു നിന്നതിന് വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പോലീസ് നടപടിയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയരുന്നതോടൊപ്പം ബീഹാറിലെ ജനങ്ങൾ വലിയ പ്രക്ഷോഭത്തിലുമാണ്. എന്നാൽ ബീഹാർ പോലീസ് സ്വയം ന്യായീകരിക്കുന്ന സമീപനമാണ് കൈക്കൊള്ളുന്നത്. ഈ പ്രതി വെടിവെപ്പ് നടത്തിയപ്പോൾ പ്രതിരോധിക്കാനായാണ് വെടിവെച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. ഭരത് തിവാരി ബീഹാർ സ്വദേശിയായ 2ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ബീഹാറിലെ ജവാനിയ ഗ്രാമത്തിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശത്തെ മനുഷ്യർക്ക് വേണ്ടിയും ബീഹാറിൽ നടക്കുന്ന അഴിമതികൾക്കെതിരെയും ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിരുന്ന ഒരാളാണ് ഭരത് തിവാരി. BJP സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയും ശക്തമായ ഭാഷയിൽ അദ്ദേഹം വിമർശനങ്ങൾ നടത്തിയിരുന്നു. ഷാഹ്പൂരിലെ ബിലൌട്ടി ഗ്രാമത്തിലാണ് ഭരത് താമസിക്കുന്നത്. ജൂൺ 17-ന് പോലീസ് ഭരത്തിനെ എൻകൗണ്ടർ ചെയ്യാനുള്ള ഉദ്ദേശത്തിൽ അയാളുടെ വീട് വളയുകയായിരുന്നു. പോലീസ് എത്തിയപ്പോൾ അവർക്ക് നേരെയും ഭൂഷൺ വെടിവെക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ അതേസമയം വെടിയേൽക്കുന്നതിന് മുൻപ് ഭരത് തിവാരി തന്റെ കയ്യിലുള്ള തോക്ക് ദൂരേക്ക് എറിയുന്നത് കാണിക്കുന്ന തരത്തിലുള്ള വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെയാണ് ഏറ്റുമുട്ടൽ സംശയത്തിന്റെ നിഴലിലായത്. സർക്കാരിനെ വിമർശിച്ചിരുന്ന ഒരു മനുഷ്യനെ പോലീസ് വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ആയുധം കൈവശമുള്ള അപകടകാരിയായ മാനസിക രോഗി എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. കീഴടങ്ങാൻ വേണ്ടിയാണ് അയാൾ തോക്ക് പോലീസിന് മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്തത് എന്നതിൽ തർക്കമില്ല. എന്നാൽ സർക്കാരിനെതിരെ ഉയർന്ന ശബ്ദങ്ങൾ ഇല്ലാതാക്കാൻ അയാളെ പോലീസ് വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ഇയാൾ കൊലപാതകിയോ അല്ലെങ്കിൽ അക്രമിയോ ഒന്നുമല്ല. എങ്കിൽ പിന്നെ എന്തിനാണ് തോക്ക് കയ്യിൽ വെച്ചിരിക്കുന്നത് എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരം അത് ബീഹാർ ആണെന്നുള്ളതാണ്. ലൈസൻസ് ഉള്ളതും ഇല്ലാത്തതുമായി എണ്ണമില്ലാത്ത അത്രയും തോക്കുകൾ അവിടെയുണ്ട്. ഉത്തർപ്രദേശിലും ബീഹാറിലുമുള്ള ലൈസൻസ് ഇല്ലാത്ത തോക്കുകളുടെ എണ്ണം പോലീസ് സേനയിൽ ഉള്ളതിനേക്കാൾ കൂടുതലാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ബീഹാറിലെ പല സ്വകാര്യ ആശുപത്രികൾക്ക് മുന്നിലും തോക്കുകൊണ്ടും കത്തികൊണ്ടും ഉള്ള മുറിവുകൾ ഇവിടെ ചികിത്സിക്കപ്പെടും എന്ന ബോർഡ് വെച്ചിട്ടുണ്ടെന്നാണ് അവിടം സന്ദർശിച്ച ആളുകൾ പറയുന്നത്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ എക്കാലത്തെ നടക്കുന്ന ഓർമ്മകളാണ് ബീഹാറിലെ ഭഗൽപൂർ സംഭവം. ഭഗൽപൂർ സെൻട്രൽ ജയിലിൽ പോലീസ് തടവുകാരുടെ കണ്ണുകളിൽ ആസിഡ് ഒഴിച്ച് കാഴ്ച കളഞ്ഞ സംഭവമാണത്. മനുഷ്യാവകാശ പോരാട്ടങ്ങളുടെ ചരിത്രത്തിലെ നിർണായകമായ ഏടാണ്. വിചാരണ തടവുകാരായിരുന്ന 31 പേരുടെ കണ്ണുകളിലേക്ക് പോലീസ് ആസിഡ് ഒഴിച്ചതോടെ അവരുടെ എല്ലാം കാഴ്ച നഷ്ടപ്പെട്ട സംഭവം. ഇരകളുടെ കണ്ണുകളിൽ സൂചികളും നേർത്ത കമ്പികളും കുത്തിയിറക്കിയ ശേഷം ആസിഡ് ഒഴിച്ചു എന്നാണ് പുറത്തുവന്ന വാർത്തകൾ. ഏറെ കഴിഞ്ഞാണ് പോലീസിന്റെ ഈ ക്രൂരത പുറം ലോകം അറിയുന്നത്. ഇപ്പോഴും തട്ടിക്കൊണ്ടുപോകലും കൂട്ട ബലാത്സംഗങ്ങളും ഒക്കെ യഥേഷ്ടം നടക്കുന്ന ഒരു സ്ഥലമാണിത്. ഇന്ത്യയിലെ ഏറ്റവും മോശം സംസ്ഥാനമെന്ന് പറയാവുന്ന ഒരിടമാണ് ബീഹാർ.